നിതിൻ രാജിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ശബ്ദ സന്ദേശം കൂടി നമ്മൾ മാതൃഭൂമി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ എന്തായിരിക്കും ഈ കർശന നടപടികൾ ആരോഗ്യ സർവകലാശാല സ്വീകരിക്കാൻ പോകുന്നത്? നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് മരണത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ചെന്നെത്തിയത് എന്ന കാര്യത്തിൽ പലവിധ ചോദ്യങ്ങളും ഉയരുകയാണ്. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്നുള്ള നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കോളേജ് അധികൃതരും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നിതിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നു. പക്ഷേ അധ്യാപകരിൽ നിന്ന് നേരിട്ട വലിയ ഭീഷണിയും ക്രൂരതയും എല്ലാം നിതിൻ രാജ് വിവരിക്കുന്ന ചില ശബ്ദ സന്ദേശങ്ങളും മറ്റുമൊക്കെ പുറത്തു വന്നിരുന്നു. അത് പക്ഷേ പഴയതാണ് എന്നുള്ള വിശദീകരണമൊക്കെയാണ് കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മരണപ്പെട്ട മരിക്കുന്നതിന് മുമ്പ് നിതിൻ പറഞ്ഞു വെച്ചത് മാത്രമല്ല, അതിനുശേഷം ഈ നിതിനോട് ഇത്തിരി സ്നേഹമുള്ള ക്യാമ്പസിൽ പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അവിടെ നിന്നും നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളെ പറ്റി മറ്റ് വിദ്യാർത്ഥികൾ കൂടി പറഞ്ഞു വെക്കുമ്പോൾ അത് ചെറിയൊരു പ്രശ്നമല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ മോഹൻ കുന്നുമ്മൽ കഴിഞ്ഞ ദിവസം നിതിൻ്റെ വീട്ടിലെത്തിയിരുന്നു, മാതാപിതാക്കളെ കണ്ടിരുന്നു, ബന്ധുക്കളെ കണ്ടിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഗവർണറുമായി ഒരു കൂടിക്കാഴ്ച മോഹൻ കുന്നുമ്മൽ നടത്തിയത്. അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ കുറ്റക്കാരായ ആളുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകണം എന്നൊരു നിർദ്ദേശം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. VC-ക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. കോളേജിന്റെ ഇന്റേണൽ കമ്മിറ്റിയുടെ അന്വേഷണവും പോലീസിന്റെ അന്വേഷണവും നടക്കുന്നു. ആ അന്വേഷണത്തിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും വേണമോ എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം. കാരണം ഇപ്പോഴത്തെ ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ അത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവുമില്ല. കാരണം പോലീസ് ഇപ്പോഴും ഈ പറയുന്ന ലോൺ ആപ്പിന്റെ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഒരു വിദ്യാർത്ഥിക്ക് അനുഭവപ്പെട്ട ഈ ക്രൂരതകളെ പറ്റി കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്ന വിമർശനം. എന്തായാലും ഗവർണർ കൂടി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നാകെ ആവശ്യപ്പെടുന്നത് പോലെ ഗവർണറും ഈ വിഷയത്തിൽ നീതി വേണം എന്നുള്ളൊരു നിലപാടിനൊപ്പം നിൽക്കുകയാണ്. മോദി.